ഇന്നത്തെ ദിവസം കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇതിനോടകം തന്നെ പത്രത്തിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വളരെയധികം ആശങ്കയുണ്ടാക്കിയ ഒരു വാർത്തയാണ്. എന്താണ് ആ വാർത്ത? PSC ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ കുടുങ്ങിയത് എറണാകുളം മലപ്പുറം LD ക്ലർക്ക് പരീക്ഷ എന്നുള്ളതാണ് വാർത്തയുടെ ഹെഡിങ്. ഈ വാർത്തയുടെ ഒന്നാമത്തെ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ എന്താണ് ഇതിനകത്ത് ആദ്യത്തെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച നടന്ന പരീക്ഷ എറണാകുളം മലപ്പുറം ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള LD ക്ലർക്ക് പരീക്ഷ ആയിരുന്നില്ല, എറണാകുളം വയനാട് ജില്ലകളിലേക്ക് വേണ്ടിയിട്ടുള്ള LD ക്ലർക്ക് പരീക്ഷയായിരുന്നു എന്നുള്ള കാര്യം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ പറയുന്നത് ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ആ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം തന്നെ എവിടെ ഉണ്ടായിരുന്നു? PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ PDF രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് വാർത്തയുടെ കണ്ടന്റ്. ആ ക്വസ്റ്റ്യൻ കോഡായിട്ടുള്ള 133/2024M എന്ന ക്വസ്റ്റ്യൻ കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുമെന്നും അത് 1 day ago എന്ന് ഉള്ള രീതിയിൽ PSCയുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുമായിരുന്നു വാർത്തയുടെ കണ്ടന്റ്. ഈ വാർത്ത പബ്ലിഷ് ചെയ്തതിന് ശേഷം അനേകായിരം കോളുകളും ലക്ഷക്കണക്കിന് മെസ്സേജസുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചത്. ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ഇത് തന്നെയാണ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ടോ, അതിന്റെ ഭാഗമായിട്ട് ഇനി ആ പരീക്ഷ റദ്ദാക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾ വരുന്നത്. ഓർക്കുക, ഇത് കേരള കൗമുദി പത്രത്തിൽ മാത്രമാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത്, മറ്റു പത്രങ്ങളിലൊന്നും ഈ വാർത്ത വന്നിട്ടുള്ളതല്ല. അപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് PSCയുടെ ടെക്നിക്കൽ ടീം ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇനി ഈ വാർത്ത ശരിയാണ് എങ്കിൽ അത് PSCയുടെ വിശ്വാസ്യതയും കാര്യക്ഷമതയും ചോദ്യം ചെയ്യുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ, അതായത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടും ആ പരീക്ഷ ക്യാൻസൽ ചെയ്യുമോ എന്ന ആശങ്കയ്ക്കും നിലവിൽ അടിസ്ഥാനമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം PSC ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം തരേണ്ടിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ള കാര്യം. പിന്നീട് ഉദ്യോഗാർത്ഥികളെ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശനിയാഴ്ച 3:30 പരീക്ഷ അവസാനിച്ചതിന് ശേഷം 4:30 ആയപ്പോഴത്തേക്ക് ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അത്ര വേഗത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ നടന്ന പരീക്ഷകളിൽ അത്ര വേഗത്തിൽ തന്നെ ഒരു പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തത് ഈ എറണാകുളം വയനാട് ജില്ലകളിലേക്ക് നടന്ന LD ക്ലർക്ക് പരീക്ഷയുടേതാണ്. അതും ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. അപ്പോൾ പരീക്ഷ ക്യാൻസൽ ആക്കുമോ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ PSCയുടെ ഭാഗത്തുനിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ PSC ഫർദർ ആക്ഷൻസിലേക്ക് കടക്കുകയുള്ളൂ. അതായത് എന്താണ് ഇതിന്റെ കാരണം, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയത്, ഇതിന്റെ ഭാഗമായിട്ട് ഇനി ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷ ക്യാൻസൽ ചെയ്യുമോ, അതായത് നമുക്ക് ഇപ്പോഴും ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള ഉറപ്പും ഒഫീഷ്യലി നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ കൂട്ടുകാരോട് നമുക്ക് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കുക എന്നീ പറയുന്ന ആശങ്കകൾക്ക് ഇപ്പോൾ യാതൊരു വിധമായിട്ടുള്ള അടിസ്ഥാനവുമില്ല. PSCയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ PSCയുടെ വിശ്വാസ്യതയും കാര്യക്ഷമതയും ചോദ്യം ചെയ്യുന്ന ഒരു വാർത്തയായതുകൊണ്ട് തന്നെ PSC ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വാർത്തയുടെ ഫർദർ വിവരങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ തന്നെ എത്തിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ, അല്ലെങ്കിൽ നല്ലൊരു വാർത്ത തന്നെ ആയിരിക്കട്ടെ. അതായത് ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ പരീക്ഷ റദ്ദാക്കുകയോ എന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും യാതൊരുവിധമായിട്ടുള്ള ആശങ്കയും ഈ ഒരു വാർത്തയുടെ പേരിൽ ഉണ്ടാവേണ്ടതില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിശ്വനാഥ് സൈനിങ് ഓഫ് ഫ്രം ഇൻട്രിയ. താങ്ക് യു.